എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2750 വാട്ട് 24 വോൾട്ടിൽ മാക്സിമം കണക്ട് ചെയ്യാവുന്ന ഒരു എക്സ്ട്രാ ഹെവി മദർ ബോർഡും അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഹെവി ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറുമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാധാരണ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന 3.5 kVയുടെ മദർ ബോർഡും ട്രാൻസ്ഫോമറും നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നതാണ്. അതായത് 2750 വാട്ട് കണക്ട് ചെയ്യാവുന്ന 95 ആംപിയറുള്ള 16 മോസ്ഫെറ്റ് ഇട്ടുള്ള ഒരു മദർ ബോർഡായിരുന്നു. ഈ സെയിം മദർ ബോർഡൊക്കെ തന്നെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നതെങ്കിലും ഇതിൻ്റെ സവിശേഷതകൾ വളരെ വലുതാണ്. അതായത് ഇതിൽ ഹീറ്റ് ലോസ് കുറവാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റ് സിങ്കുകൾ വളരെ വലിപ്പമുള്ളതും വിശാലമായിട്ടുള്ള ഒരു മദർ ബോർഡുമാണ് കുറച്ച് വ്യത്യാസങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കാലിബ്രേഷൻ 2 പിൻ ആണ്. മുൻപേ കാണിച്ചിരുന്ന വീഡിയോയിൽ 5 പിൻ കാലിബ്രേഷൻ്റെ ബോർഡായിരുന്നു. ഇത് 2 പിൻ കാലിബ്രേഷൻ്റെ ബോർഡാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാലിബ്രേറ്റ് ചെയ്യാനും പറ്റും. എന്തുകൊണ്ടെന്നാൽ മുന്നേ കാണിച്ചിരിക്കുന്ന കാലിബ്രേഷൻ മോഡുകളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. വ്യത്യാസം 2 പിൻ ആണെന്ന് മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തുന്ന ഈ ബോർഡ് രണ്ടും നിങ്ങൾക്ക് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും ഇതിൻ്റെ എഫിഷ്യൻസി ഏതിനാണ് കൂടുതലുള്ളത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ബോർഡാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിൽ മാക്സിമം എഫിഷ്യൻസി ഇതിൽ നിന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഹീറ്റ് ലോസ് വളരെ കുറവാണ് എന്നുള്ളതാണ് പ്രധാന ഒരു സവിശേഷത. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ ഹീറ്റ് സിങ്കുകൾ വളരെ വേഗത്തിൽ ഹീറ്റ് എമിറ്റ് ചെയ്ത് മോസ്ഫെറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബോർഡിനെയും സംരക്ഷിക്കുന്നു. ഈ ഒരു സെയിം പ്രക്രിയയാണ് നമ്മൾ അടുത്തതായിട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിലും കാണാൻ പറ്റുന്നത്. അതായത് 43 എന്ന ബോബനിൽ മാക്സിമം ചെയ്യാവുന്ന, അതായത് 2750 വാട്ട് 24 വോൾട്ടിൽ കണക്ട് ചെയ്യാവുന്ന മാക്സിമം ലോഡാണ് ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നത്. അതായത് മുമ്പ് കാണിച്ചിരുന്ന 5 ഇഞ്ച് ട്രാൻസ്ഫോമറിനേക്കാളും കുറച്ച് വലുതാണിത്. അതായത് 6 ഇഞ്ചാണ്. മുമ്പ് കാണിച്ചിരുന്നത് ഒരു 19 പോയിൻറ്റ് സംതിങ് ആണ് അതിൻ്റെ വെയിറ്റ് എങ്കിൽ ഇത് 22 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരു പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് 30 കിലോനിൽ മേളിൽ, അതായത് 30-35 കിലോനിലാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് 24 അവേഴ്സും പ്രവർത്തിപ്പിച്ചാൽ തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരുവിധ തടസ്സങ്ങളോ ഇല്ലെങ്കിൽ ഹീറ്റോ വരുന്നതല്ല. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ലോങ് ലൈഫാണ് നൽകുന്നത്. അത് തന്നെ ഒരു വലിയ പ്രത്യേകതയായിട്ടാണ് ഞാൻ കണ്ടു മനസ്സിലാക്കിയിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഈ ബോർഡ് വന്നിട്ട് ഏകദേശം 1 മാസം ആകുന്നേ ഉള്ളൂ. ഞാനത് വെച്ചിട്ട് ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ ഫുൾ ലോഡ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. ഏകദേശം 1 മാസം ആകാറായിട്ടുള്ളൂ. എന്നിരുന്നാലും നമുക്ക് ഇതേവരെ അതിൽ നിന്നും യാതൊരുവിധ ഫീഡ്ബാക്ക്, അതായത് ഒരു ദോഷഫലങ്ങളൊന്നും വന്നിട്ടില്ല. പ്രധാനമായിട്ടും ഈ യൂണിറ്റ്, അതായത് നമ്മളുടെ ഇൻവെർട്ടർ ഓവർ ഹീറ്റിനനുസരിച്ച് ഇതിൻ്റെ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹീറ്റിൻ്റെ ടൈം ഡിലേ നിങ്ങൾക്ക് വളരെ കുറവായിരിക്കും മറ്റ് ബോർഡിനെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു നോർമൽ ഹീറ്റ്, അതായത് മുമ്പ് വെച്ചിരിക്കുന്ന 5 ഇഞ്ച് ട്രാൻസ്ഫോമറിനേക്കാളും വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഹീറ്റാണ് ഇതിൽ അനുഭവപ്പെടുന്നത്. വളരെ ലോങ് ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കൈവച്ച് നോക്കിയാൽ വളരെ ചെറിയൊരു ഹീറ്റ് അനുഭവപ്പെടുന്നുള്ളൂ. അതായത് വർക്കിംഗ് ഹീറ്റ് അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എക്സസ് ഹീറ്റൊന്നും ഇതിൽ നിന്ന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫോമറും ഈ ഒരു മദർ ബോർഡും വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോങ് ലൈഫ് അല്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഞാനിത് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതല്ലാണ്ട് ഇതൊരു അൺബോക്സിങ്ങോ ഇല്ലെങ്കിൽ ഒരു പുതിയ ട്രാൻസ്ഫോമർ വെച്ച് വെറുതെ കാണിക്കുന്നതല്ല. ഇത് ഉപയോഗിച്ച ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 100% കോൺഫിഡൻ്റ് ആണ് ഇത് ഹീറ്റ് ലോസ് ഉള്ള ഒരു പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറാണ്. ഇനി ഇതിൻ്റെ കാലിബ്രേഷനിലോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു 2 പിൻ കാലിബ്രേഷൻ സ്വിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് സാധാരണ 3 മൈക്രോ സ്വിച്ച് വെച്ച് അല്ലെങ്കിൽ 3 പുഷ് ബട്ടൺ സ്വിച്ച് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ വരുന്ന വ്യത്യാസം ഒരു കോമൺ ലൈൻ, അതായത് ഒരു സൈഡ് നെഗറ്റീവും അടുത്ത സൈഡ് പോസിറ്റീവ് എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറിലോട്ട് പോകുന്ന ICയുടെ 28ാമത്തെ പിന്നിൽ നിന്നും വരുന്ന ഒരു റെസിസ്റ്റർ ഇട്ടുള്ള ഭാഗത്തോട്ടാണ് നമ്മൾ ഈ 3 സ്വിച്ചും 3 റെസിസ്റ്റർ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സർക്യൂട്ട് ഞാൻ ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 2 പിൻ കാലിബ്രേഷൻ സ്വിച്ചും നിങ്ങൾക്ക് മനസ്സിലാവും. ആ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാനുള്ള ഐഡിയയും കിട്ടും. അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കി കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാനത് കൃത്യമായിട്ട് അതിൻ്റെ മറുപടി നൽകുന്നതാണ്. ഇനി ഈ സ്വിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കാലിബ്രേഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വീഡിയോ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പഴയ വീഡിയോ നോക്കിയിട്ട് ആ ഒരു സെയിം കാലിബ്രേഷൻ
കാലിബ്രേഷൻ മോഡിൽ പോകാവുന്നതാണ്. പക്ഷേ പൊതുവെ ഒരു സംശയമുണ്ടാകും, ഈ 2 പിൻ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് മോഡിലോട്ട് പോകുന്നത്. മുന്നേ കാണിച്ചിരിക്കുന്ന 5 പിൻ സെറ്റപ്പ് മോഡ് തന്നെയാണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഓപ്പണിങ്ങും, അതായത് ബാറ്ററിയുടെ നെഗറ്റീവ് വയർ കണക്ട് ചെയ്ത ശേഷം പോസിറ്റീവ് വയർ കാലിബ്രേഷൻ സ്വിച്ചിൻ്റെ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് ഇതിൽ കണക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ DC MCB ഉണ്ട്. അത് ഈ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ DC MCB നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാറ്ററിയിലോട്ടൊന്നും കൈകടത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് സെറ്റപ്പ് മോഡിലോട്ട് വരാവുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിലോ ഇഷ്ടമാകുമെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും, അതുപോലെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളിവിടെ കാണുന്നത് 2750 വാട്ട് സൈൻ വേവിൻ്റെ 2 മദർ ബോർഡുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. നമുക്കിതൊന്ന് പുറത്തെടുക്കാം. ഈ 2 ബോർഡും 2750 വാട്ടിൻ്റെ 24 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന പ്യുവർ സൈൻ വേവിൻ്റെ ബോർഡാണ്. ഈ ഒരു ബോർഡ് ഇപ്പോൾ സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന 2750 വാട്ടിൻ്റെ എക്സ്ട്രാ ഹെവി ബോർഡാണ്. ഈ ഒരു ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ മുന്നേ ചെയ്തിരുന്ന 2750 വാട്ടിൻ്റെ 24 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന 2750 വാട്ടിൻ്റെ പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടർ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മദർ ബോർഡ്. നമുക്കിതിൻ്റെ സ്പെഷ്യാലിറ്റി ഒന്ന് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിതിൻ്റെ വ്യത്യസ്തത മനസ്സിലാവും. ഇതാണ് പോസിറ്റീവ് സൈഡിൽ വരുന്ന മോസ്ഫെറ്റിൻ്റെ ഡ്രെയിൻ ഭാഗമായ ഹീറ്റ് സിങ്ക്. ഇത് ട്രാൻസ്ഫോമറിൽ നിന്നും മോസ്ഫെറ്റിൻ്റെ 2 ഡ്രെയിനിലോട്ടും വരുന്ന 2 സെക്ഷൻ മോസ്ഫെറ്റുകളാണ്. ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഇതിൽ നടക്കുന്നത്. എന്നിരുന്നാലും ഈ പോസിറ്റീവ് സൈഡിൻ്റെ ഹീറ്റ് സിങ്ക് ഇതിനേക്കാളും വളരെ വലുപ്പമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഹീറ്റ് എമിഷൻ, അതായത് ലോസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിലും ഡ്രെയിനിലോട്ട് വരുന്ന 2 മോസ്ഫെറ്റിലോട്ടുള്ള ഈ ഹീറ്റ് സിങ്കിൻ്റെ വലുപ്പവും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്ന് ടേപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കാം. ഇതിൻ്റെ പോസിറ്റീവ് സൈഡിലെ ഹീറ്റ് സിങ്കിൻ്റെ നീളം 9.5 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് 9 സെൻറ്റിമീറ്റർ. ഹൈറ്റ് 2 ഏകദേശം കണക്കാണ്. പക്ഷേ ഇതിൻ്റെ വലിപ്പ വ്യത്യാസം, അതായത് ലെങ്ത് ഇതിൽ കൂടുതലാണ്. അതായത് 9.5 സെൻറ്റിമീറ്റർ. ഇത് നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇത് 12.5 സെൻറ്റിമീറ്റർ ആണ്. 2 സെൻറ്റിമീറ്ററിൻ്റെ വലിപ്പമുണ്ട്. ഏകദേശം 1 ഇഞ്ച് നീളം ഇതിനേക്കാളും കൂടുതലാണിത്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ ഡ്രെയിനിൽ നിന്നും വരുന്ന മോസ്ഫെറ്റിൻ്റെ നീളം 4.5 സെൻറ്റിമീറ്റർ ആണ് ഇതിലുള്ളത്. ഇതിലാകട്ടെ 6 സെൻറ്റിമീറ്റർ ഉണ്ട്. 1.5 സെൻറ്റിമീറ്റർ ഇതിനേക്കാളും വലിപ്പം കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഈ ബോർഡിൻ്റെ വലിപ്പമാണ്. ഈ ബോർഡ് വന്നിരിക്കുന്നത് ഏകദേശം ഇതിൻ്റെ കമ്പോണൻസുകളെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. രണ്ടും ഏകദേശം സെയിം ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്നിരുന്നാലും ഇതിൽ കുറച്ച് തിങ്ങി നിറഞ്ഞിരിക്കുന്ന പോലെയാണ്. ഇതാണെങ്കിൽ നല്ല വിശാലമായിട്ട് നല്ല വലിപ്പത്തിലാണ് ഇരിക്കുന്നത്. 8 ഇഞ്ചാണ് ഇതിൻ്റെ നീളമെങ്കിൽ 9.5 ഇഞ്ചാണ് ഈ പുതിയ ബോർഡിൻ്റെ വലിപ്പം. അതുപോലെ തന്നെ ഈ റിലേ വന്നിരിക്കുന്നത് 30 to 40 ആംപിയർ വരെയാണ്. ഇത് 30 ആംപിയർ വരെയുള്ള റിലേ ആണ്. ഈ റിലേ നമുക്ക് ആവശ്യമില്ലെങ്കിലും ആംപിയർ കൂടിയ റിലേ ആണ് ഇതിൽ ഫിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ 80 ആംപിയറിൻ്റെ ഓപ്പൺ ക്ലോസ്ഡ് റിലേ ആണ് നമ്മൾ ഈ മുന്നേ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സെക്ഷൻ ഐ സികൾ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വോൾട്ടേജ് സെക്ഷൻ റെഗുലേറ്റഡ് IC ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഈ സിങ്കിലും വലിപ്പമുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മോസ്ഫെറ്റ് ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് മോസ്ഫെറ്റ് ട്രാൻസിസ്റ്ററും പ്ലസ് കുറച്ച് കമ്പോണൻസുമാണ് ഇതിലുള്ളത്. അപ്പോൾ കുറച്ച് എലാബറേറ്റ് ആയിട്ട് ലോസ് കുറക്കാൻ വേണ്ടി അവരിവിടെ ചെയ്തിട്ടുണ്ട്. ബാക്കി കപ്പാസിറ്ററൊക്കെ സെയിം തന്നെയാണ്. ഈ മോസ്ഫെറ്റിൻ്റെ വലിപ്പം നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. മോസ്ഫെറ്റ് രണ്ടും 95 ആംപിയറിൻ്റെ മോസ്ഫെറ്റാണ്. ഹീറ്റ് സിങ്കിൽ വന്ന വലിപ്പവും ഇതിൽ വന്നിട്ടുള്ള തിക്ക്, അതായത് ഒരു റഷ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ബോർഡാണ് ഇതിൽ കാണുന്നതെങ്കിൽ ഇത് നല്ല ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയിൽ ഒതുങ്ങിയിരിക്കുന്ന മോസ്ഫെറ്റാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗവും നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ മോസ്ഫെറ്റൊക്കെ ജസ്റ്റ് മുട്ടിയില്ല എന്നുള്ളൊരവസ്ഥയാണ്. എങ്കിൽ ഈ പുതിയ ബോർഡിൽ മോസ്ഫെറ്റുകളെല്ലാം നല്ല വിശാലമായിട്ട് വളരെ അകലം കീപ്പ് ചെയ്തിട്ടാണ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡ്രെയിൻ ഭാഗത്തെ ഹീറ്റ് സിങ്കിൻ്റെ വലിപ്പവും ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഹീറ്റ് സിങ്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഇതിൻ്റെ മുക്കാൽ ഭാഗത്ത് തീരുമെങ്കിൽ ഇവിടുത്തെ ഹീറ്റ് സിങ്ക് ഏകദേശം ഫുള്ളായിട്ട് ഈ റേഞ്ച് വരുന്നുണ്ട് ഈ ബോർഡിൻ്റെ. ഇത് ഉപയോഗിച്ചാലുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഞാനൊരു 1 മാസമായിട്ട് എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളൂ. 1 മാസമായിട്ട് ഞാനിത് കണക്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ വരുന്നത്ര ഹീറ്റ് ഇതിൽ വരുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഹീറ്റ് എമിഷൻ നന്നായിട്ട് ഇതിൽ നടക്കുന്നുണ്ട്. ഇത്ര വലിപ്പമുള്ള ഹീറ്റ് സിങ്ക് ആയതുകൊണ്ട് തന്നെയാണ്. അതേപോലെ ഇവിടെ നെഗറ്റീവ് ലൈൻ, അതായത് ബാറ്ററിയിൽ നിന്നും വരുന്ന നെഗറ്റീവ് ലൈൻ ഹെവി വയർ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ 2 കമ്പി ഇട്ടിട്ട് പുറകിൽ സോൾഡർ ചെയ്ത് കെട്ടുന്നതാണ് ഇതേപോലെ
ഈ ബോർഡാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു ക്ലാമ്പ് തന്നെയാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് സ്ക്രൂ ചെയ്ത് അല്ലെങ്കിൽ ബോൾട്ട് വെച്ചിട്ട് പക്കയായിട്ട് ടൈറ്റ് ചെയ്യാം. നമുക്ക് ഈ പോസിറ്റീവ് വയർ ടൈറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇത് ടൈറ്റ് ചെയ്യാം. സോൾഡറിങ്ങിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ പക്കയായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് വയർ ഒരു കാരണവശാലും ഇതിൽ നിന്ന് അനങ്ങുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കോപ്പർ സോക്കറ്റ് അതായത് ടാഗിൽ വെച്ചിട്ട് ക്രിമ്പ് ചെയ്ത് അത് സോൾഡർ ചെയ്തിട്ടൊക്കെയാണ് ഇതിൽ ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ വെറുതെ സോൾഡറിങ് മാത്രമേ ഉള്ളൂ. ഒരു കമ്പി ഇട്ടിട്ട് വെറുതെ കെട്ടുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്നും ഒരു കാരണവശാലും ഈ നെഗറ്റീവ് ലൈൻ അഴിഞ്ഞു പോകുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതാണെങ്കിൽ ഡീസോൾഡറിങ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ മൈക്രോ കൺട്രോളർ 30F2010 ആണ്. രണ്ടിൻ്റെയും സെയിം തന്നെയാണ്. നമുക്കിവിടെ കിട്ടുന്ന ഏകദേശം ഒരുവിധ ബോർഡുകളിലും ഈ 30F2010 എന്ന മൈക്രോ കൺട്രോളർ വെച്ചിട്ടാണ് നമ്മളുടെ സൈൻ വേവ് ഇൻവെർട്ടർ എല്ലാം പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാലും ഇതിലെ ഒരു പ്രത്യേകത എന്തെന്നാൽ നമ്മളിപ്പോൾ നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന ഈ മെയിൻ ബോർഡിൽ 5 പിൻ കാലിബ്രേഷൻ അതായത് 5 പിൻ സ്വിച്ച് വയറിൽ നിന്നാണ് നമ്മൾ കാലിബ്രേഷൻ കണക്ഷൻ എടുത്തിരുന്നത് എങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് 2 പിൻ കാലിബ്രേഷൻ ആണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ രണ്ടിൻ്റെയും കാലിബ്രേഷൻ സെറ്റിംഗ്സ് എല്ലാം ഏകദേശം ഒരു പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ മീറ്ററുകൾ ഒരേ സെക്ഷൻ പോലെ തന്നെ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. എന്നിരുന്നാലും 2 പിൻ വെച്ചിട്ടാണ് ഇത് കാലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാറ്ററി വയർ അതായത് നെഗറ്റീവ് കണക്ട് ചെയ്തിട്ട് പോസിറ്റീവ് ഡിസ്കണക്ട് ചെയ്ത് ഇതിൻ്റെ എൻ്റർ ബട്ടൺ അമർത്തി പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് കാലിബ്രേഷൻ നടത്തുന്നത്. ഈ കാണുന്നതാണ് നമ്മളുടെ 2 കാലിബ്രേഷൻ സ്വിച്ചുകൾ. ഇതൊരെണ്ണം 5 പിൻ ആണെങ്കിൽ ഇതൊരെണ്ണം 2 പിൻ ആണ്. 5 പിന്നെ നമ്മളിവിടെ സ്വിച്ച് കണക്ഷനിലോട്ടാണ് ഈ 5 പിൻ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് DC MCB ഓൺ ചെയ്യുക അല്ലെങ്കിൽ പോസിറ്റീവ് വയർ കണക്ട് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ കാലിബ്രേഷൻ സെറ്റപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഈ 2 പിൻ വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കാലിബ്രേഷൻ ഈ ബോർഡിൽ ചെയ്യുന്നത്. അതായത് ഈ 2 പിൻ ഇവിടെ സെറ്റപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ഈ 2 പിന്നിലാണ് ഈ കാലിബ്രേഷൻ സ്വിച്ച് കണക്ട് ചെയ്യുന്നത്. ഏകദേശം ഏതാണ്ട് ഇങ്ങനെ ഇതിൽ കണക്ട് ചെയ്തിട്ട് വേണം ഈ കാലിബ്രേഷൻ മോഡിലോട്ട് പോകേണ്ടത്. 2 കാലിബ്രേഷൻ സ്വിച്ചിലുള്ള പ്രത്യേകത സ്വിച്ചുകളൊക്കെ എല്ലാം കോമൺ ആയിരിക്കുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ഈ 2 പിൻ കാലിബ്രേഷൻ സ്വിച്ചിൽ 2 വയറുകളാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു നെഗറ്റീവ് വയർ കോമൺ ആയിട്ട് ഈ സ്വിച്ചിന്റെ ഒരു ഭാഗം ഷോർട്ട് ചെയ്തിട്ട് അതിലാണ് കണക്ട് ചെയ്യുന്നത്. അടുത്ത ഭാഗം അതായത് ഇതിൽ നിന്ന് വരുന്ന ഒരു പോസിറ്റീവ് വയർ എന്ന് പറയുന്ന ആ വയർ ഇതിൽ ഓരോ സ്വിച്ചിൽ നിന്നും ഓരോ റെസിസ്റ്റർ എടുത്തിട്ടാണ് നമ്മൾ അതിലോട്ട് കോമൺ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡൗൺ സ്വിച്ചിൽ കണക്ട് ചെയ്തിരിക്കുന്നത് 47K റെസിസ്റ്ററും MFR റെസിസ്റ്ററാണ്. അതേപോലെ എൻ്റർ ബട്ടണിൽ 22K റെസിസ്റ്ററും അപ്പ് ബട്ടണിൽ 12K റെസിസ്റ്ററുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സർക്യൂട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാലിബ്രേഷൻ മോഡ് പോകുന്നത്. ബാക്കി കാലിബ്രേഷൻ എല്ലാം രണ്ടിൻ്റെയും സെയിം തന്നെയാണ് പ്രവർത്തനങ്ങളൊക്കെ. ഇനി നിങ്ങൾക്ക് ആ കാലിബ്രേഷൻ വ്യക്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. സ്വിച്ചിൻ്റെ ഡയഗ്രം ഞാൻ വരച്ച് കാണിക്കാം. വളരെ എളുപ്പമാണ് നിങ്ങൾക്കത് ഉണ്ടാക്കുവാൻ. ഈ സ്വിച്ച് ഉണ്ടാക്കുന്നത് പോലെ തന്നെ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ 2 പിൻ കാലിബ്രേഷൻ സ്വിച്ചിൻ്റെ ഒരു സർക്യൂട്ട് ഇവിടെ വരയ്ക്കുകയാണ്. 3 മൈക്രോ സ്വിച്ചാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അത് നിങ്ങളൊരു വലിയ മൈക്രോ സ്വിച്ച് തന്നെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാലിബ്രേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ അതിൻ്റെ ബട്ടൺ നീളമുള്ളത് കിട്ടും. അതും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ സ്വിച്ചിൻ്റെ 2 സൈഡിൽ നിന്നും വരുന്ന വയറുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക. അതായത് ഷോർട്ടിംഗ് ആയിട്ടുള്ള വയറുകൾ മൾട്ടിമീറ്റർ വെച്ച് കണ്ടുപിടിക്കുക. അതാണ് ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് ഇടേണ്ടത്. ഇങ്ങനെ 4 ലെഗുകളാണ് ഈ മൈക്രോ സ്വിച്ചിനുള്ളത്. അതിൽ 2 ഷോർട്ടിംഗ് ആയിട്ടുള്ള ഭാഗം കണ്ടുപിടിച്ചിട്ട് അത് ഈ 3 സ്വിച്ചിൻ്റെയും വയർ തമ്മിൽ ഇങ്ങനെ ലിങ്ക് ചെയ്യുക. അതാണ് ഈ 2 പിന്നിലോട്ട് പോകുന്ന ഒരു നെഗറ്റീവ് ലൈൻ. അടുത്തത് ഓരോ സ്വിച്ചിൻ്റെയും ഈ 2 ലെഗുകൾ അതായത് ഈ ഷോർട്ടിംഗ് ആയുള്ള ലെഗുകൾ തമ്മിൽ ബന്ധിപ്പിക്കുക. നമുക്കിവിടെ ഈ സ്വിച്ചിൻ്റെ തരമെന്ന് എഴുതാം. സെൻറ്ററിലെ എൻ്റർ ബട്ടണാണ്, അതായത് OK ബട്ടൺ. ഇടതുവശത്ത് കാണുന്നത് ഡൗൺ ബട്ടൺ അല്ലെങ്കിൽ മൈനസ് ബട്ടൺ. വലതുവശത്ത് കാണുന്നത് അപ്പ് ബട്ടൺ അല്ലെങ്കിൽ പ്ലസ് ബട്ടൺ. ഈ ഡൗൺ ബട്ടണിൽ നിന്ന് നമുക്ക് ഒരു 47K റെസിസ്റ്റർ എടുത്തിട്ട് പോസിറ്റീവ് ലൈൻ അല്ലെങ്കിൽ 2 പിന്നിൻ്റെ അടുത്ത ലൈനിലോട്ടാണ് കൊടുക്കേണ്ടത്. ഇത് 47K. എൻ്റർ ബട്ടൺ 12K റെസിസ്റ്ററാണ് ഇടേണ്ടത്. അതും കോമണിലോട്ട് ബന്ധിപ്പിക്കുക. 12K. അപ്പ് ബട്ടണിൽ 22K റെസിസ്റ്ററാണ് ഇടേണ്ടത്. 22K. കാലിബ്രേഷൻ സ്വിച്ചിൻ്റെ സർക്യൂട്ട് ഇതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ സെപ്പറേറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ സർക്യൂട്ട് അനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയാകും. സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ വേണമെങ്കിൽ
ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് മുന്നേ ചെയ്തിരിക്കുന്ന 5 പിൻ കാലിബ്രേഷൻ്റെ മോഡുകളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അത് ആവശ്യമുണ്ടെങ്കിൽ കാണിക്കാമെന്ന് പറഞ്ഞത്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിടാം. അടുത്തതായിട്ട് നിങ്ങൾ ഈ കാണുന്നത് മുന്നേ ചെയ്ത 2750 വാട്ടിൻ്റെ ട്രാൻസ്ഫോമറിനെക്കാളും വളരെ വലിപ്പമുള്ള ഒരു ട്രാൻസ്ഫോമറാണ് ഇത്. രണ്ടും 43 ബോബൻ ചെയ്തതാണ്. ഈ ട്രാൻസ്ഫോമറിൻ്റെ നീളം, അതായത് ഈ ബോബനിൽ കണക്ട് ചെയ്തിരിക്കുന്ന കോറിൻ്റെ നീളമാണ്, അതായത് 43ൽ 6 ഇഞ്ചാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ 6 ഇഞ്ചിലാണ് ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത്. ഈ ബോബൻ്റെ സൈസ് അളക്കുന്നത് ഇങ്ങനെയാണ്. ഈ കോറിൻ്റെ ഈ ബോബനിൽ നിന്നും വരുന്ന ഡ്രെയിൻ വയർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ നമുക്ക് ഔട്ട് കൊടുക്കുന്ന വയർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു നീളമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആ നീളമാണ് ഇവിടെ 6 ഇഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ പൊതുവെ ട്രാൻസ്ഫോമറിൻ്റെ നീളം കണക്കാക്കേണ്ടത് ഇങ്ങനെയാണ്. ഓരോ ബോബന്റെയും സൈസിനനുസരിച്ചാണ് അതിന്റെ നീളം പറയേണ്ടത്. നമുക്കിവിടെ 43ൽ 4.5 ഇഞ്ച് മുതൽ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോമർ നമുക്ക് 2 kV മുതൽ 3.5 kV വരെ മാക്സിമം ലോഡ് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള നീളവും നിങ്ങൾക്കിവിടെ കാണാം 6 ഇഞ്ച് തന്നെയാണ്. ഇതിൻ്റെ പൊക്കം ഏകദേശം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് അളവെടുക്കുകയാണ്. ഏകദേശം ഇവിടെ 5 ഇഞ്ചിലും സ്വല്പം കയറിയാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു 5 ഇഞ്ച് കൂട്ടാം. അപ്പോൾ 5 ഇഞ്ച് ഇങ്ങനെയുള്ള പൊക്കവും നീളം 6 ഇഞ്ചും വീതിയും 6 ഇഞ്ചുമാണ്. എന്നിരുന്നാലും ഇതിൻ്റെ നീളമാണ് നമ്മൾ പ്രത്യേകിച്ച് കണക്കാക്കേണ്ടത്. അതാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രത്തോളം കണക്ട് ചെയ്യാവുന്നത് എന്നതിനെക്കുറിച്ച് ഇതിൽ നമുക്ക് വിശദമായിട്ട് പറയുന്നത്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നു, അനേകം വയറുകൾ ഇവിടെ വന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഞാനിവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ സ്റ്റാർട്ടിങ് എസ് ഉണ്ട്, എൻഡിങ് ഇ ഉണ്ട്. അതായത് 10 SWGയുടെ 4 കോപ്പർ പാരലായിട്ട് ഇങ്ങനെ ചുറ്റിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ കോപ്പർ വയർ വന്നിരിക്കുന്നത് ഇതിൻ്റെ മുകളിലത്തെ സെക്ഷൻ, അതായത് ഈ പ്രൈമറി സൈഡിലാണ് ഈ ഡ്രെയിനിലോട്ട് പോകുന്ന 4 കോപ്പർ വയർ പാരലായിട്ട് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ഒന്ന് വരച്ചു നോക്കാം. 1 2 3 4 ഇങ്ങനെ ഈ 4 കോപ്പറുകൾ, അതായത് സ്റ്റാർട്ടിങ് എൻഡിങ്, ഇതെല്ലാം തമ്മിൽ പാരൽ ചെയ്ത് ബന്ധിപ്പിച്ചിട്ടാണ് നമ്മൾ മോസ്ഫെറ്റിൻ്റെ ഡ്രെയിനിലോട്ട് കണക്ട് ചെയ്യുന്നത്. അതായത് അടുത്തത് ഇതിൻ്റെ താഴ്ഭാഗമായ സെക്കൻഡറി, ഇതിൻ്റെ ഡൗൺ അല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെ താഴെ ഭാഗമായിട്ടുള്ള ഭാഗത്ത് വരുന്നത് നോർമലി സാധാരണ വരുന്നത് പോലെ 2 വയറുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഞാൻ ഈ വയറുകൾ അപ്പുറത്ത് തിരിച്ച് കാണിക്കാം. അത് ഇങ്ങനെ ഒറ്റ കോയിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈ വയർ 10 SWG ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഒന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് 2 സെക്കൻഡറിയുടെ വയറുകൾ. അതായത് ഈ കോയിലാണ് ഈ കാണുന്നത്. ഇത് 16 SWG വയറാണ്. ഇതിൻ്റെ തിക്നെസ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ കയറ്റാവുന്ന മാക്സിമം വയറും മാക്സിമം ലോഡുമാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് വശം ഒന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ സെക്കൻഡറിയുടെ ഈ 2 കോയിലുകൾ, അതായത് സെക്കൻഡറിയുടെ ഈ ഒരു കോയിലിൻ്റെ സ്റ്റാർട്ടിങ് എൻഡിങ്, ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എൻഡിങ് എളുപ്പം കണ്ടുപിടിക്കാം. അതായത് പുറത്തുനിന്ന് വരുന്ന വയറാണ് എൻഡിങ്, ഉള്ളിൽ നിന്നും വരുന്ന വയറാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റാർട്ടിങ് എൻഡിങ്ങും പ്രത്യേകം നോക്കുക. അതായത് സ്റ്റാർട്ടിങ് നമുക്കിവിടെ ന്യൂട്രൽ വയറായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതേപോലെ എൻഡിങ് ഫേസ് വയറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഫേസ് ഔട്ടും ഫേസ് ന്യൂട്രലും. അതായത് ട്രാൻസ്ഫോമറിലെ, അതായത് ബോഡിയിലോട്ട് പോകുന്ന ട്രാൻസ്ഫോമർ ന്യൂട്രൽ വയറാണ് ഈ സ്റ്റാർട്ടിങ് വയർ. ഇതിൻ്റെ ഉള്ളിലെ ഈ ചുറ്റുകളുടെ വലിപ്പം ഏകദേശം നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ വണ്ണം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേപോലെ ഈ ഡ്രെയിൻ ഭാഗത്ത് വരുന്ന ഈ 4 വയറുകളും ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്കിവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വണ്ണവും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഈ ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റാണ് ഏറ്റവും നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇത് 22 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതെടുത്ത് പൊക്കാനൊക്കെ വളരെ പ്രയാസമാണ്. നമുക്കിത് ഫുള്ള് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് നിങ്ങൾ ഒരു 3.5 kV പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടർ ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഏകദേശം 30-35 ഇടയ്ക്കാണ് ഫുള്ള് വരുന്നത്. അപ്പോൾ അത്ര പക്കയായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടൊക്കെ കിട്ടുന്നത്. ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി 2750 വാട്ടിൻ്റെ 16 മോസ്ഫെറ്റുള്ള, അതായത് 95 ആംപിയറുള്ള പ്യുവർ സൈൻ വേവ് ബോർഡും, അതുപോലെ തന്നെ എക്സ്ട്രാ ഹെവി, അതായത് 2750 വാട്ട് കണക്ട് ചെയ്യാവുന്ന 24 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ബോർഡിൻ്റെ ഹെവി ഡ്യൂട്ടി ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്.
അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിലാണ് ഇത്രയും നേരം പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെങ്കിലോ ഇഷ്ടമാകുമെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.